ഒറ്റയ്ക്ക് നിന്നാൽ പോലും 40,000-ലധികം വോട്ടുകൾ നേടാൻ കഴിവുള്ള 2020 അടക്കമുള്ള പാർട്ടികൾ എൻഡിഎയിലേക്ക് വന്നു. ഇനി ഇതിനേക്കാൾ വലിയ സ്രാവുകൾ വരുമെന്ന് പാർട്ടിയിലെ പല നേതാക്കളും സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നു? അല്ല, കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സാണ് ഈ മാറ്റത്തിൻ്റെയൊക്കെ കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ബി ജെ പി മാത്രമാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന കിറ്റക്സിൻ്റെ ഈ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ബി ജെ പിയോടുള്ള സ്നേഹം? അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. ബി ജെ പിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് എല്ലാവരിലേക്കും വികസനം എത്തിക്കുക എന്നുള്ളൊരു ഐഡിയോളജിയാണ്. അതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലോഗൻ എന്ന് പറയുന്നത് വികസനമാണ്. വികസനം അത് എല്ലാവരിലേക്കും എത്തണം, വികസനമാവണം എന്നുള്ളതാണ് ബി ജെ പിയുടെ സ്ലോഗൻ. എല്ലാവർക്കും തൊഴിലുണ്ടാവണം, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവണം, എല്ലാവർക്കും പാർപ്പിടം ഉണ്ടാവണം, എല്ലാവർക്കും ഈ പറയുന്ന തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാവണം, എല്ലാവർക്കും സമ്പന്നതയിലൂടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രം മാറണം. ഇതാണ് ബി ജെ പിയുടെ കൺസെപ്റ്റ്. എന്താണ് 2020 കൺസെപ്റ്റ്? 2020 കൺസെപ്റ്റ് ഇതാണ്. അതായത് 2020 കൺസെപ്റ്റും എല്ലാവർക്കും വീടുണ്ടാവണം, എല്ലാവർക്കും തൊഴിലുണ്ടാവണം, എല്ലാവരും അധ്വാനിക്കുന്നവരാവണം, എല്ലാ നാട്ടിൽ വികസനം ഉണ്ടാവണം. അവരുടെ ഇപ്പോൾ കിഴക്കമ്പലം പോലെയുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കിറ്റക്സിൻ്റെ തന്നെ CSIR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടോ അല്ലെങ്കിൽ തനത് ഫണ്ടോ ഉപയോഗിക്കാൻ പറ്റാത്തടത്ത് CSIR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിനെ എങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഡെവലപ്മെൻറ്റ് മോഡലുണ്ട് അവർക്ക്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ ആ ഡെവലപ്മെന്റ് മോഡലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നോക്കിയാൽ അവർക്ക് ഒരേ ഒരു പാർട്ടി ഇന്ത്യയിലുള്ളൂ. ആ പാർട്ടി ബി ജെ പി ആണ്. സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മളുമായിട്ട് അലൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ. തിരിച്ച് നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ ഡെവലപ്മെന്റ് ഐഡിയോളജിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് 2020. സ്വാഭാവികമായിട്ട് അവർ നമ്മൾ അലൈൻ ചെയ്യുന്നു. അതാണ് നമ്മൾ അതിനകത്ത് കാണേണ്ട പൊളിറ്റിക്സ് അതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് വേറെ പല കാര്യങ്ങളുമാണ്. അത് ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. പക്ഷേ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം ഞാൻ പറയാം. കേരള കോൺഗ്രസുകൾ ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ, ഞാൻ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ, CPI വേണമെങ്കിലും ബി ജെ പിയുമായി ഒരു സഖ്യത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം CPI എന്ന് പറയുന്ന പാർട്ടി, CPI ബിനോയ് വിശ്വത്തിനെ പോലെ ചില ആളുകളൊക്കെ ഈ മന്ത്രിസഭയ്ക്കകത്ത് അവർക്ക് വേറെ റോളില്ല. പാർട്ടി എന്നുള്ള നിലയിലും വേറെ റോൾ ഇടതുപക്ഷത്തിനകത്ത് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് പത്രക്കാരെ മുഖം കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവരുടെ മുഖം വെളിയിലേക്ക് വരണമല്ലോ. അതിനുവേണ്ടി ചില വിവാദങ്ങളിലൊക്കെ തെരി കൊളുത്തുന്നു എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിന് ഉൾപ്പെടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ഡെവലപ്മെന്റ് ഐഡിയോളജിയോട് താല്പര്യമുണ്ടെങ്കിൽ, ഒരു ഡെവലപ്മെന്റ് ഐഡിയോളജി ആണ് അവരുടെ മുഖ്യ വിഷയമെങ്കിൽ, സ്വാഭാവികമായിട്ടും അവർക്ക് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയോടെ അലൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി. PM ശ്രീയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വിവാദമുയർത്തിയത് CPI. അതാ ഞാൻ പറഞ്ഞത്. CPIയെ സംബന്ധിച്ച് CPI ആ മുന്നണിക്കകത്ത് ഒരു വാക്ക് പോലും ഉരിയാടാൻ കഴിയാത്തൊരു മുന്നണിയായി, ഒരു പാർട്ടിയായി മാറി. അവിടെ CPIM പറയുന്നത് എല്ലാ കുന്തത്തിനും സിന്ദാബാദ് വിളിക്കുന്ന ഒരു പാർട്ടിയായി ഇരിക്കാൻ CPIക്ക് കഴിയില്ല. കാരണം CPI വെളിയം ഭാർഗവനെ പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട CPIയുടെ ഒരു കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കണം. വെളിയം ഭാർഗവനെ പോലെയുള്ള വളരെ പ്രഗത്ഭന്മാരായ, വളരെ കപ്പാസിറ്റിയുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് CPI എന്ന് നമ്മൾ വില കുറച്ച് കാണുന്ന പാർട്ടിയൊന്നുമല്ല ഞങ്ങൾ. അപ്പോൾ അത്തരത്തിൽ കപ്പാസിറ്റി, അതായത് CPM തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾ അറിയാതെ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് സ്ട്രോങ് ആയി നിലപാടെടുത്തിരുന്നയാളാണ് വെളിയം ഭാർഗവൻ. വെളിയം ഭാർഗവൻ്റെയൊക്കെ സ്റ്റാൻഡുകൾ നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ചില സ്റ്റാൻഡുകൾ അദ്ദേഹത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിലെ സ്റ്റാൻഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിരുന്നൊരു പാർട്ടി ഇന്ന് വെറും ഒരു കടലാസു പാർട്ടിയായി മുന്നണിയിൽ ഒതുങ്ങിപ്പോയതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാണ്. അല്ലാതെ അവർക്ക് BM ശ്രീയോടൊരു പ്രശ്നമില്ല, അവർക്ക് BJPയോട് ഒരു പ്രശ്നമില്ല, ആരോടും പ്രശ്നമില്ല. പക്ഷേ ആ ഫ്രസ്ട്രേഷൻ, മുന്നണിയിൽ മന്ത്രിമാർ 4 പേരോ 5 പേരോ ഉണ്ടെങ്കിലും ഇതൊന്നും ചോദിക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യുമ്പോൾ CPI ഒരു ഘടകമാണെന്നോ ഒരു അവശ്യ ഘടകമാണെന്നോ CPM ചിന്തിക്കുന്നില്ല. അങ്ങനെ അസ്വസ്ഥമാകുമ്പോൾ അവരുണ്ടാക്കുന്ന ചില, നമ്മളിങ്ങനെ അസ്വസ്ഥരാകുമ്പോൾ ഫ്രസ്റ്റ് ചെയ്യുമല്ലോ, അങ്ങനെ ഉണ്ടാക്കുന്ന ചില വിഷയങ്ങളാണ്. അല്ലാതെ അതിനകത്ത് CPIയുടെ ഒരു ശ്രദ്ധ കിട്ടാൻ, ഈ 3-4 മക്കളൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ അമ്മയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേതെങ്കിലും ഒരു കുട്ടി ചില ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അമ്മയുടെ ശ്രദ്ധ അവിടേക്ക് പോകും. അതുപോലെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രവർത്തനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പോൾ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് BJP ഒരു നല്ല ഫാക്ടറായിട്ട് BJP വരുന്നെങ്കിൽ ഇപ്പുറത്തേക്ക് വരാൻ മനസ്സുള്ള ആളാണ്, അല്ലാത്ത ആരാ ഉള്ളത്? അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കേരള രാഷ്ട്രീയത്തിനകത്ത് വരും ദിവസങ്ങളിൽ വലിയ പാർട്ടികൾ, വലിയ ചലനങ്ങൾ കേരളത്തിലെ NDAക്ക് അനുകൂലമായി
കേരളത്തിൽ 2026 തെരഞ്ഞെടുപ്പിന് മുൻപായി അല്ല, ഉണ്ടാകും. അതാണ് ഈ 2020 വരെ ഒരു ഗുണം ചെയ്തിട്ടുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അവരുടേതായിട്ടുള്ള ഒരു സ്ട്രെങ്ത് കൂടി നമുക്ക് കിട്ടുകയാണ്. പിന്നെ അവരെ പോലൊരു നിഷ്പക്ഷമായിട്ടൊരു ഐഡിയോളജി, ഒരു നിലപാടെടുത്ത് നിന്ന, നിങ്ങൾ നോക്കൂ, രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചിട്ടും കിഴക്കമ്പലം പോലൊരു പഞ്ചായത്തിനെ അവർ ഡെവലപ്മെന്റ് ലൈനിൽ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും അതിനോടൊപ്പം അവരുടെ ആശയത്തെ, അവരുടെ രാഷ്ട്രീയത്തെ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാനും, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ 40,000 വോട്ടിലേക്കൊക്കെ ഉയരാൻ സാധിക്കുന്ന നിലയിലേക്ക് വിശ്വാസ്യത നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസ്യത BJPയോടൊപ്പം ചേരുമ്പോൾ അത് 10 മടങ്ങ് വളരുകയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വളർച്ച BJPക്ക് സ്വാഭാവികമായി ഗുണം ചെയ്യും, ഒരു സംശയമില്ല. പ്രതിപക്ഷ പാർട്ടികൾ എന്ത് നീക്കം നടത്തിയാലും മുന്നിൽ കാണിക്കുന്നത് ED ആണ്. അല്ല, അതിനകത്ത് ഈ നമുക്ക് പേടി ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, പിണറായി വിജയന്റെ ഭാഷ തന്നെ ഞാൻ കടമെടുത്താൽ, ED ഭയക്കേണ്ട ഒരു കാര്യമില്ല. മടിയിൽ കനമില്ലാത്തവൻ എന്തിനാണ് EDയെ ഭയക്കുന്നത്? മടിയിൽ കനമുള്ളവൻ തീർച്ചയായിട്ടും EDയെ ഭയക്കണം. അപ്പോൾ മടിയിൽ കനം അദ്ദേഹത്തിന് വന്നാലും അത് പറയും EDയെ അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. നമ്മൾ EDയെ പേടിച്ചു എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് മറുപടി ഒന്നും പറയാനില്ല. കാരണം ഇത് അവരുടെ ഒരു സ്ലോഗനാണ്. കുറേ നാൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ ED ആയി. ഇനി അവർ വേറെ പല കാര്യങ്ങളും പറയും. ഇപ്പം ഞാനൊരു കാര്യം അതിനകത്ത് മനസ്സിലാക്കിയത്, നമ്മുടെ രാഷ്ട്രീയത്തിനകത്ത് വികസന ഐഡിയോളജിയിലേക്ക് ജനങ്ങൾ മാറുന്നു. ഇനി ഏത് പാർട്ടി ആയാലും നമ്മൾ വികസനത്തിന്റെ ഡെവലപ്മെന്റ് ഐഡിയോളജി അല്ല പറയുന്നതെങ്കിൽ ജനം അവിടെ നിന്ന് ആ ഐഡിയോളജി പറയുന്നതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഞാൻ നേരത്തെ പറഞ്ഞാണ് അതിൻ്റെ ഉദാഹരണം. അത് എൻ്റെ മകനോ മകളോ എൻ്റെ അടുത്തുണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു അച്ഛൻ്റെ സ്വാർത്ഥതയായിരിക്കാം. പക്ഷെ അത് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാത്തത് ഒരു സർക്കാരിന്റെ പരാജയമാണ്. അപ്പൊ ആ പരാജയപ്പെട്ട സർക്കാരിലെ ഈ പാർട്ടികൾ നിരന്തര ആരോപണം ഉന്നയിക്കുന്നതോട് ചോദിക്കാം, അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് അവരോട് തന്നെ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ED വെച്ചിട്ടാണെങ്കിൽ DK ശിവകുമാർ BJPയിലേക്ക് വരണ്ടേ? അതേപോലെ തന്നെ P ചിദംബരവും കാർത്തിക് ചിദംബരവും ഒക്കെ എന്നേ BJPയിൽ വരണം? അതൊന്നുമല്ല. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ED അന്വേഷിക്കുന്ന, അങ്ങനെയാണെങ്കിൽ ED അന്വേഷണം നിർത്തണ്ടേ ഞങ്ങളുടെ കൂടെ ചേരുമ്പോൾ? അങ്ങനെയൊന്നുമല്ല. ഇതിനകത്ത് ED സ്വതന്ത്രമായി കേസ് അന്വേഷിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം കൃത്യമായി കേസ് അന്വേഷിക്കുന്നുണ്ട്. ആ കേസിൽ കൾപ്രിറ്റ് ആരായാലും ഒരാളെയും രക്ഷിക്കുന്ന സ്റ്റാൻഡ് BJPക്കോ BJPയുടെ നാഷണൽ പാർട്ടിക്കോ ഇല്ല, നാഷണൽ ഘടകത്തിനോ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അലൈൻ ചെയ്യുന്നത് ആരാണ്, ആരുടെ കൂടെയാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അല്ലാതെ CPMനെ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ കഴിഞ്ഞ 10-20 വർഷക്കാലം കൊണ്ട് നടന്ന് പോക്കറ്റിലിട്ട് കൊണ്ട് നടന്നിട്ട് അവസാനം അവർ UDFലേക്ക് പോകുമ്പോൾ അയ്യോ ഇവരെ മുഴുവൻ വർഗീയതയാണ് എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്ന ശൈലി ഞങ്ങൾക്കില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന PDPയുടെ നേതാവായിട്ടുള്ള ശ്രീ അബ്ദുൽ നാസർ മദനിയെ കൊണ്ടുവന്ന് കടപ്പുറത്തിരുത്തി ഇടതും വലതും ഇരുന്ന് ഈ പറയുന്ന രാഷ്ട്രീയ നാടകം കളിച്ച് വർഗീയ ചേരിതിരിവുണ്ടാക്കി അധികാരം പിടിക്കാൻ നിന്ന പിണറായി വിജയനും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ആ ആളുകൾ ഇന്ന് PDPയെ കുറ്റം പറയുമ്പോൾ കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ രാഷ്ട്രീയം കൃത്യമാണ്. ഞങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അവർ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അവർക്ക് ഈ സമൂഹത്തിൽ എന്താണ് അവർ ഒരു ഡെവലപ്മെന്റ് ഐഡിയോളജി, ഞങ്ങളുടെ ഡെവലപ്മെന്റ് ഐഡിയോളജിയിലേക്ക് അവരുടെ സംഭാവന എന്താവണം എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അങ്ങനെ ഈ ഡെവലപ്മെന്റ് ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്നവരെ അല്ലാത്ത അധികാരത്തിന് വേണ്ടി ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്ന ആരെയും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഞങ്ങളുടെ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന, ഞങ്ങളുടെ ഇപ്പം NDA എന്ന് പറയുന്ന മുന്നണി സൃഷ്ടിച്ചപ്പോൾ ആ മുന്നണിക്കകത്ത് എന്തൊക്കെയാണോ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഒരു മിനിമം പ്രോഗ്രാം ഉണ്ടല്ലോ, കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പ്രോഗ്രാമിനോട് ഐക്യപ്പെടുന്ന എല്ലാവർക്കും NDAയിലേക്ക് സ്വാഗതമാണ്, ഞങ്ങളത് അംഗീകരിക്കുന്നു. പക്ഷെ ഇപ്പുറത്ത് നമ്മൾ നോക്കും, നിങ്ങൾ ഞങ്ങളുടെ മുന്നണിയുടെ വിപുലീകരണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അപ്പുറത്തും നമ്മൾ ചിന്തിക്കണം. LDFിലെയും UDFിലെയും ചിന്തിക്കണം. LDFിന്റെ പാർട്ണർമാരായി വരുന്നത് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. ഒരു വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുന്ന പല പാർട്ടികളും ഇന്ന് LDFിന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളായിട്ടുണ്ട്. INL പോലുള്ള ഘടകകക്ഷികളുണ്ട്. ഇപ്പുറത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒക്കെ കോൺഗ്രസിന്റെ പട്ടികയിലേക്ക് വരുന്നു. ഇപ്പോൾ PD സതീശനെ പോലെയുള്ള ആളുകൾ പറയുന്നത് വളരെ വലിയ മതേതരവാദിയാണ് അദ്ദേഹം പറയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പം ഇസ്ലാം രാഷ്ട്രം എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഇല്ല എന്ന് VD സതീശൻ പറയാണ്. മതമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന്
KM ഷാജിയെ പോലെയുള്ള ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് പറയുമ്പോൾ അവരെ മതേതരനാക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് VD സതീശനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെയൊക്കെ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെയൊക്കെ മുന്നണിക്കകത്ത് വരുന്ന പാർട്ടികളെ കുറിച്ചാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ചിന്തിക്കേണ്ടത്, കേരളീയ പൊതുസമൂഹം ചിന്തിക്കേണ്ടത്. BJPയെ കുറിച്ച് BJPക്ക് വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങളുടെ ഡെവലപ്മെന്റ് ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന, ഞങ്ങളുടെ കോമൺ മിനിമം പരിപാടിയോട് ചേർന്ന് നിൽക്കുന്ന ആര് വന്നാലും അവർ ഐക്യപ്പെടുന്നവരാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയമായ ധാർമ്മികത ഞങ്ങൾക്കുണ്ട്. ആ ധാർമ്മികത ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് എതിരായി നിൽക്കുന്ന ഒരാളോട് സ്വാഭാവികമായും ഞങ്ങൾ അലൈൻ ചെയ്യില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.